ISL-ൽ തങ്ങളുടെ രണ്ടാം എവേ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ അവരുടെ തട്ടകത്തിൽ ചെന്ന് 1-2 ഗോളുകൾക്ക് തറപറ്റിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ. കളിയിലുടനീളം ഇരു ടീമുകളും പരിക്കൻ കളി പുറത്തെടുത്തപ്പോൾ 6 യെല്ലോ കാർഡുകൾ റെഫറിക്ക് എടുക്കേണ്ടി വന്നു. അതിനോടൊപ്പം അനാവശ്യമായ ഒരു ഗോളാഘോഷത്തിൽ ജേഴ്സി ഊരിയതിന് ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർ ദിമിത്രിയോസിന് റെഡ് കാർഡ് കണ്ട് മത്സരത്തിന്റെ അവസാന നിമിഷം പുറത്തേക്ക് പോകേണ്ടതായും വന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കുറച്ചുകൂടി അച്ചടക്കം പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. പ്രധാന താരങ്ങളൊക്കെ പരിക്കിന്റെ പിടിയിലും വിലക്ക് ലഭിച്ചും പുറത്തു നിൽക്കുമ്പോൾ ഇതുപോലെ അനാവശ്യ റെഡ് കാർഡുകൾ മുന്നോട്ടുള്ള കളിയെ ബാധിക്കും. ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ അടിച്ച് വിജയിച്ചു നിൽക്കുമ്പോൾ കളിയിലെ ഹീറോ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയുടെ കാവൽക്കാരൻ സച്ചിൻ സുരേഷ് തന്നെയാണ്. അടുപ്പിച്ച് ഈസ്റ്റ് ബംഗാളിന് അനുവദിച്ച 2 പെനാൽറ്റികളാണ് വിദഗ്ധമായി സച്ചിൻ തടുത്തിട്ടത്. കഴിഞ്ഞ കളിയിലും പെനാൽറ്റി സേവ് ചെയ്യുന്നതിൽ സച്ചിൻ സുരേഷ് തന്റെ മികവ് കാണിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് തകർക്കാൻ പറ്റാത്ത ഒരു കോട്ടയായി സച്ചിൻ സുരേഷ് ഉയർന്നു വരികയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യ പകുതി ഇരു ടീമുകളും കരുതലോടെയാണ് തുടങ്ങിയത്. എന്നാൽ തികച്ചും ആധിപത്യത്തോടെ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 31-ാം മിനിറ്റിൽ ലൂണയുടെ മികച്ചൊരു പാസ് ഈസ്റ്റ് ബംഗാളിന്റെ വലയിലെത്തിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരം ഡയസൂക്ക സക്കായി കൊമ്പന്മാരെ 1 ഗോളിന് മുന്നിലെത്തിച്ചു. ഡയസൂക്ക സക്കായിയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കരിയറിലെ ആദ്യ ഗോൾ കൂടിയായിരുന്നു അത്. 34-ാം മിനിറ്റിൽ പെപ്പറയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഗോൾ നേടിയെങ്കിലും ഓഫ് സൈഡായി മാറുകയായിരുന്നു. 1-ാം പകുതിയിൽ 1 ഗോളിന് മുന്നിട്ട് നിന്ന ബ്ലാസ്റ്റേഴ്സ് 2-ാം പകുതിയിലും ആധിപത്യം തുടർന്നു. പന്ത് കൈവശം വെക്കുന്നതിൽ ഈസ്റ്റ് ബംഗാൾ താരങ്ങൾക്ക് മികവ് കാട്ടാനായെങ്കിലും താരങ്ങളുടെ കോർഡിനേഷൻ കുറവ് ഗോൾ നേടുന്നതിൽ നിന്ന് അവരെ അകറ്റി നിർത്തി. എന്നാൽ 83-ാം മിനിറ്റിൽ സച്ചിന്റെ ഒരു ഫൗൾ ഈസ്റ്റ് ബംഗാളിന് പെനാൽറ്റി ലഭിച്ചു. ക്ലൈറ്റൻ സിൽവയെടുത്ത പെനാൽറ്റി കിക്ക് സച്ചിൻ അതിമനോഹരമായി തടഞ്ഞു. പക്ഷേ സച്ചിൻ ഗോൾ ലൈൻ വിട്ട് വന്നതിന്റെ പേരിൽ റെഫറി ഫൗൾ വിളിച്ച് വീണ്ടും ഒരു പെനാൽറ്റി അനുവദിച്ചു ഈസ്റ്റ് ബംഗാളിന്. എന്നാൽ ക്ലൈറ്റൻ സിൽവയെടുത്ത ആ പെനാൽറ്റിയും തടഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്തെ പ്രതിഭ സച്ചിൻ സുരേഷ് കരുത്തറിയിച്ചു. അതിന്റെ ആവേശത്തിൽ ഈസ്റ്റ് ബംഗാൾ ഗോൾ മുഖത്തേക്ക് ആർത്തിരുമ്പിയ ബ്ലാസ്റ്റേഴ്സ് 89-ാം മിനിറ്റിൽ ബോക്സിന്റെ മധ്യഭാഗത്ത് നിന്ന് ദിമിത്രിയോസ് എടുത്ത ഒരു ഇടങ്കാലൻ ഷോട്ട് ഈസ്റ്റ് ബംഗാൾ താരങ്ങളെയും കബളിപ്പിച്ച് ഗോൾ പോസ്റ്റിന്റെ മധ്യഭാഗത്ത് പതിച്ചു. 2 ഗോളുകളുടെ ലീഡ് നേടിയ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ അമിതമായ ആഘോഷത്തിൽ ജേഴ്സി ഊരിയതിന് ദിമിത്രിയോസ് റെഡ് കാർഡ് കണ്ട് പുറത്തായി. മത്സരത്തിന്റെ അധിക സമയത്തിൽ കളി തീരാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ലഭിച്ചൊരു പെനാൽറ്റി ഗോളാക്കി മാറ്റി ക്ലൈറ്റൻ സിൽവ ഈസ്റ്റ് ബംഗാളിന് ആശ്വാസ ഗോൾ സമ്മാനിച്ചു. കളിയിലുടനീളം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് ആയതും. ഇതോടെ 6 കളിയിൽ നിന്നും 13 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് മുൻപന്തിയിലെത്തി. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.